മൂന്ന് വിഭാഗം ആളുകളോട് ഒരിക്കലും സഹവസിക്കരുത്. അങ്ങനെ സഹവസിച്ചാൽ നിങ്ങൾ ഹൃദയം മരിച്ചു. ഒന്ന്, ഏകാധിപതികളായ തന്നിഷ്ടക്കാരായ ദുനിയാവിൻ്റെ അടിമകളായ രാഷ്ട്രീയ നേതാക്കന്മാർ. സഹവസിക്കരുത്, നശിച്ചു. ഇന്നത്തെ 100% രാഷ്ട്രീയ നേതാക്കളും ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അവരോട് സഹവസിക്കുന്നതിൽ അവരിന്ന് വലിയ ഉപകാരങ്ങളൊക്കെ നേടാം, അങ്ങോട്ട് കൊടുക്കാം, അങ്ങോട്ട് നേടാം. അവരെ പറ്റി പാട്ട് വെച്ച് നടക്കുക, ഇതൊന്നും ഹൈറായ കാര്യമല്ല. അവരെ പറ്റി പറയും, ഒരു ഹൈറും അധികമില്ല, ഒരു ഹൈറും ഇല്ല. മൂന്നോ, രണ്ടാമത്തെ ഭാഗമാണ് ആര്? അൽ ഖുറാഉ, ഓത്തുകാരി പറഞ്ഞാൽ ആര്? അൽ ഉലമാഉ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. എൻ്റെ ഇടയ്ക്ക് ഞാൻ കൂത്തിലേക്ക് ഇറങ്ങിപ്പോയി. എന്താ കൂത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞ വാക്ക്? മഅരിഫത്തുൽ ഖൽഖി. ആ സ്വാബ്, സ്വാദ് ആ സ്വാബ് ഏറ്റവും പ്രയാസകരമാണ്. ഖൽഖിനെ മനസ്സിലാക്കൽ. മിൻ മഅരിഫത്തുൽ ഖാലിഖി, ഖാലിഖായ റബ്ബിനെ മനസ്സിലാക്കുന്നതിനേക്കാൾ പ്രയാസമാണ് സൃഷ്ടിയെ മനസ്സിലാക്കൽ. അള്ളാനെ തിരിയാൻ ഒരുപാട് അടയാളങ്ങളുണ്ട്. അള്ളാൻ തിരിയും. ആരെ തിരിയില്ല? സൃഷ്ടിയെ തിരിയില്ല. സ്വന്തം ഭാര്യയെ തിരിയില്ല. സ്വന്തം ഭാര്യയെ തിരിയണമെങ്കിൽ ഒരു മൂലക കിടക്കണം, അപ്പൊ തിരിയും. 35-45 കൊല്ലം പൊന്നെ മാനെ തേനെ കോനെ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിരുന്നു പെണ്ണുങ്ങൾ ഈ ജാതി അമുക്കായിരുന്നു എന്ന് നിനക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു മൂലക കിടക്കണം, അപ്പോൾ മനസ്സിലാവും. തിരിച്ചും ഓക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഇതൊക്കെ പറയണം, മനസ്സിലാക്കിയ നമ്മൾ വലിയ ആളാന്ന് വിചാരിക്കണ്ട. മനസ്സിലായില്ല? മരണം വരെ എൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞ മൂപ്പര് മരണം വരെ ഉണ്ടായില്ല. ഓക്ക് പിന്നെ സോക്കടായി. അപ്പോഴാണ് മൂപ്പരെ തിരിഞ്ഞ് അങ്ങനെ ഉണ്ടാവും. മനസ്സിലായില്ലേ? ചിന്തിക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഒരാളെ മനസ്സിലാവണമെങ്കിൽ അയാൾക്ക് ഒരു പ്രയാസം നേരിടുന്നു. അത്ര വലിയ പ്രയാസം. ചെറിയ പ്രയാസത്തിനൊന്നും കൂട്ടുകാർ ഒഴിഞ്ഞു പോകില്ല. ഇനിവൻ തിരിച്ചു വരില്ല. അപ്പോൾ കൂട്ടും. രണ്ടാമത്തിലേക്ക് അൽ ഖുറാഉൽ മുജാഹിദീന, ജനങ്ങളെ സോപ്പിടുന്ന, ജനങ്ങളെ എന്താ പറയാ, സുഖിപ്പിക്കുക, ജനങ്ങളെ സുഖിപ്പിക്കുന്ന പണ്ഡിതന്മാർ, മുതലാളിമാരെ സുഖിപ്പിച്ച് പ്രസംഗിക്കുന്ന പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളുടെ ഘോഷയാത്രകൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് തപ്പിയാൽ കിട്ടും. അള്ളാഹുവിനെ പ്രശംസിക്കുന്ന ഒരു വയല് ഒരു പക്ഷേ അവരിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലും മുതലാളിമാരെ പ്രശംസിക്കുന്ന ഇഷ്ടം പോലെ വയല് അവരുടെ നിലവിൽ. ഇന്നത്തെ പ്രഭാഷകരെ പറ്റി ഞാൻ പറയുന്നത്, ഇന്നലെയല്ല, നിലവിൽ അവർ പലരുണ്ട്, പല വലിയവരുണ്ട്. എൻ്റെ അള്ളാഹുവിനെ പറ്റി പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്? ഈ കഞ്ഞിയും ചാറും ചോറും ഒക്കെ അല്ലേ? അതിപ്പോൾ ഇവിടുത്തെ മുസ്ലിമിനും കാഫറിനും ഒക്കെ കിട്ടുന്നില്ല. ഇപ്പം അള്ളാഹിനെ സോപ്പിട്ടിടുന്ന കാര്യം. പരലോകമൊക്കെ നമുക്ക് പൈസ കിട്ടാനുള്ളൊരു വകുപ്പൻ. ഏറ്റവും നല്ല ആവശ്യം സംഘാടകർക്ക് ഉണ്ടാകുമ്പോഴാണ് അവർ നമ്മളോട് നരകത്തിനെ പറ്റിയോ ഖബർ ശിക്ഷനെ പറ്റിയോ പറയാം. അതായത് പള്ളിക്ക് അത്യാവശ്യമുണ്ട്, പൈസ കളക്ട് ചെയ്ത് കിട്ടിയിട്ടില്ല, അപ്പോൾ മൂല്യരോട് പറയുന്നതാണ് എന്ത്, നിങ്ങൾ നന്നാക്കി പറയണം. പള്ളിക്ക് കൊടുത്തിട്ടില്ലെങ്കിലുള്ള ദോഷത്തിനെ പറ്റി പറയണം. അതിങ്ങനെ പറഞ്ഞ ആളുകൾ ഇങ്ങനെ കരയാൻ ഒരുങ്ങണ നേരത്ത് ഒരു ബക്കറ്റ് എടുക്കും. ഇനി വന്ന് നിർത്തിയിട്ട് ലേശം പിരിവാർത്തിട്ട് പിന്നെ ലാസ്റ്റ് ഇങ്ങനെയാണ്. എന്താണ് നമുക്ക് ജനങ്ങളിൽ പരലോകം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫണ്ട് റൈസിങ്ങിന്റെ ഒരു ഉപാധി മാത്രമാണ് പരലോകം. പള്ളിക്ക് മദ്രസയ്ക്കൊന്നും ഇത്തരം ആൾക്കാർ ചിന്തിക്ക്. ഞാൻ സൗദി അറേബ്യയിൽ ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനത്തെ നീട്ടിയ വയലുകൾ ഞാൻ സൗദി അറേബ്യയിൽ കേട്ടിട്ടില്ല. എന്തുകൊണ്ട്? അവിടുത്തെ പള്ളിക്കൊന്നും ആവശ്യമില്ല. ഇവിടെയാണ് ദരിദ്ര രാജ്യങ്ങളിലാണ് ഖബർ ശിക്ഷകൾ, നരക ശിക്ഷകളൊക്കെ കൂടുതൽ വയറു പറയാം. എന്തുകൊണ്ട്? ഫണ്ട് റൈസിംഗ് ഉണ്ട്, അവിടെ ഇഷ്ടംപോലെ പെട്രോൾ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തെന്നെ മോത്തൊക്കെ പേടിപ്പിക്കണം. അവിടെ ഫണ്ട് ഉണ്ട്, പൈസ ഉണ്ട്. അപ്പം അതുകൊണ്ട് അവിടെ പിന്നെ ഖബറിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഖബറിനെ പറ്റി പറയണത് ഖബറിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഖബർ പറയുന്നത് എന്തിനാണ്? ഒരു കവർ കൊടുത്തേക്കുന്നുണ്ട്, എല്ലാവരും ആ കവറിൽ നിറച്ച് നാളെ മറ്റന്നാൾ ഇന്ന തങ്ങൾ വരുന്നുണ്ട്, ഔല്യ വരുന്നുണ്ട്, തങ്ങളെ കയ്യിൽ കൊടുക്കണം എല്ലാവരും. അപ്പോൾ ഖബറിനെ പറ്റി പറയുന്നത് കവറിനെ പറ്റി പറയാൻ വേണ്ടിയാണ്. അവിടെ കവറില്ലാത്തത് കൊണ്ട് ഖബറുമില്ല. ഒന്നും വിചാരിക്കരുത്. എൻ്റെ ക്ലാസ്സിൽ വന്നിട്ട് നാശാകുക എന്നും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. എന്താണെങ്കിലും പഴയ സാധനങ്ങൾ വാങ്ങണവർ ആദ്യം തന്നെ ചെയ്യുക, പഴയ അലുമിനിയം പാത്രം, കുടുക്ക, പാത്രം ഇതൊക്കെ വാങ്ങിയാൽ ആ വാങ്ങിയ ആളെന്താ ചെയ്യുക? ആദ്യം തന്നെ ചവിട്ട് കൊടുക്കുക.
അവിടെ ഇവിടെയും ചെറിയ നെളുങ്ങിയപ്പോഴാണ് അത് വിറ്റ് മാറാമെന്ന് വല്യമ്മ തീരുമാനിച്ചത്. അങ്ങനെ വാങ്ങിയാൽ ഓൻ്റെ കയ്യിൽ ഒരു ചാക്കും കൊണ്ടാ വരിക. അപ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ ഇപ്പം കൊണ്ടുപോകാൻ. ഒന്ന് ചവിട്ടും, ഓൻ്റെ കയ്യിൽ വലിയ ഒരു വടി ഉണ്ടാവും, കാലുണ്ടാവും, കാലുകൊണ്ട് ചവിട്ടും, വടികൊണ്ട് കുത്തും. എന്നിട്ട് ഇത്ര വലിയ കുടുക്ക ചവിട്ടി 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 കൂട്ടി മുത്തരയാക്കിയിട്ട് അത് കൊണ്ടുപോയിട്ട് അവൻ ആ ചാക്കിൻ്റെ മൂലക്ക് എറിയും. പിന്നെ അത് സ്റ്റീൽ കോംപ്ലക്സിൽ കൊണ്ടുപോയിട്ട് എറിയും. പിന്നെ അത് 2 ആഴ്ച കഴിഞ്ഞാൽ നല്ല പാത്രമായിട്ട് പുറത്ത് വരും. ചവിട്ട് കിട്ടാതെ ഒരാളും നന്നായിട്ടില്ല. ചവിട്ടാണ് ആദ്യം വേണ്ടത്. ഇന്നത്തെ ക്ലാസ്സിന് വരാതിരിക്കരുത്. ചവിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ചവിട്ടിൻ്റെ അടി നന്നോ, മനസ്സിലായില്ലേ? സോപ്പിട്ടിട്ട് ഒരാൾ നന്നായിട്ടില്ല, പൈസ കിട്ടും. ചിന്തിക്കണം, ചിന്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ, സ്കൂളിൽ പൂക്കളം ഇടുന്ന കുട്ടികളെ മുഴുവനും നമ്മൾ ശിർക്കാണ്, കുറുക്കാണ് കാരണം അതേ പൂക്കളം കൊല്ലങ്ങളായി എൻ്റെ തറവാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ വലിയൊരു പണക്കാരനായ രാഷ്ട്രീയ നേതാവിനെ പറ്റി ഒരു മൂല്യരും ഒരു മൗലവിയും ഈ ഓണക്കാലത്ത് ഒന്നും മിണ്ടിയില്ല. മിണ്ടാനും മിണ്ടാതിരിക്കാനുമല്ല, നിങ്ങൾ ജനങ്ങളെ മേൽ വെക്കുന്ന ഈ സ്കെയിലിൻ്റെ വടി എന്തുകൊണ്ട് നേതാക്കളുടെ മേൽ വെക്കാൻ നിങ്ങൾ തയ്യാറില്ല എന്നാണ് എൻ്റെ ചോദ്യം. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്ത് ദീനാണുള്ളത്? നിങ്ങളെ കണ്ടൊരുത്തൻ നിരീശ്വരവാദിയാവുകയാണെങ്കിൽ കുറ്റക്കാര്യങ്ങളില്ല. അപ്പോൾ എന്താ പറഞ്ഞത്? ജനങ്ങളെ സുഖിപ്പിക്കുന്ന പണ്ഡിതന്മാർ, അവരോട് കൂട്ടുകൂടരുത്. അവരാരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ആലോചിക്കാം. നിങ്ങൾക്ക് ബുദ്ധിയില്ലെങ്കിൽ പിന്നെ അള്ളാഹു തആല തൗഫീഖില്ലാന്ന് വിചാരിച്ചാൽ ഇനി ഞാൻ ഉത്തരവാദിയില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതിനൊന്നും പിന്നാലെ കൂടണ്ട. അതിൻ്റെ ഒന്നും പിന്നെ നിങ്ങൾക്ക് ഒരു ചുക്കും കിട്ടില്ല. അവരൊന്നും പിന്നാലെ കൂടിയിട്ട് ഒരു ചുക്കും നിങ്ങൾക്ക് കിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, പടച്ച തമ്പുരാൻ കൊടുത്തതിൽ നിന്ന് ഒരു 10 റുപ്യ ഏതോ ഒരു പള്ളിയേക്കോ മദ്രസയൊക്കെ ഒരാൾ ദാനം ചെയ്താൽ പിന്നെ മരണം വരെ അയാളെ പ്രശംസിച്ച് നമ്മൾ വയൽ പറയും. ഖാലിഖായ റബ്ബിനെ നമ്മൾ ചിന്തിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഖാലിഖായ റബ്ബിനെ പറ്റി ആലോചിക്കുന്നില്ല. ഇവനാര് ഇപ്പം കൊടുത്താലുണ്ട്, കൊടുത്തില്ലെങ്കിലുണ്ട്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. والذين هم عن آياتنا غافلون والذين هم عن آياتنا غافلون. എവിടെയാണ് ആയത്ത്? യൂനിസ് എടുത്തു നോക്കാം. തുടക്കത്തിലുണ്ട് ആയത്ത്. മുസാഫ് എടുത്തു നോക്ക്. 7 8 والذين هم عن آياتنا غافلون. മുതലാളിയുടെ പണത്തിനെ പറ്റിയും അവരുടെ ദാനത്തിനെ പറ്റിയും പിന്നെ അറിയും, അള്ളാഹിനെ പറ്റി അറിയില്ല. യൂനിസ് 7 8 ആണോ? 7 ഇടുണ്ട്. والذين هم عن آياتنا غافلون. എവിടെ നോക്കി നിങ്ങൾ ഒരായത്ത് ഇരച്ചായത്ത് നിങ്ങൾ മറക്കരുത്. بسم الله الرحمن الرحيم. إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا واطمأنوا بها والذين هم عن آياتنا غافلون أولئك مأواهم النار بما كانوا يكسبون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا واطمأنوا بها والذين هم عن آياتنا غافلون. ഒന്നുകൂടെ 7 8 സൂറത്ത് യൂനിസ്. أعوذ بالله من الشيطان الرجيم. إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا واطمأنوا بها والذين هم عن آياتنا غافلون. إن الذين والباقم ആളുകൾ لا يرجون لقاءنا നമ്മളെ കണ്ടുമുട്ടേണ്ടി വരും എന്ന പ്രതീക്ഷ അവർക്കില്ല. അവർ തൃപ്തിപ്പെട്ടിട്ടുണ്ട് ബിൽ ഹയാത്ത് ദുനിയാ, ഐഹിക ജീവിതം കൊണ്ട്, വത്മഅന്നു ബിഹാ, അതുകൊണ്ട് അവർ വലിയ സമാധാനികളുമാണ്.
സ്ഥാനം, മാനം, അവിടുന്ന് കിട്ടുന്ന വരുമാനം, അതിലൊക്കെ നമ്മൾ എന്തുവാണ് പടച്ചോൻ എത്തിച്ചിട്ട് അൽഹംദുലില്ലാഹ് ഒരു കുഴപ്പമില്ല. അൽഹംദുലില്ലാഹ്. മനസ്സിലാണ്ട് പറഞ്ഞത്. ഇന്നല്ലതിന ഒരു വിഭാഗം ആളുകൾ, നീ നിന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചാൽ നിനക്കതൊന്നും കിട്ടൂല. ഉത്തരവാദിത്തം നിർവഹിക്കാത്തതുകൊണ്ടാണ് നീ അതിൽ സന്തുഷ്ടനായി ജീവിക്കുന്നത്. ഇന്നല്ലദീന ഒരു വിഭാഗം ആളുകൾ ലാ യർജൂന ലിഖാഅന നമ്മളെ കണ്ടുമുട്ടേണ്ടി വരും എന്ന ഒരു പ്രതീക്ഷ അവർക്ക് ഇല്ല. അവർക്കില്ല. വയലു പറയും ഉറദു, അവർ തൃപ്തിപ്പെട്ടിട്ടുണ്ട് ബിൽ ഹയാത്തി ദുനിയ, ദൈഹിക ജീവിതം കൊണ്ട്. ഒത്മഅന്നു ബിഹ, അതിലവർ സമാധാനികളുമാണ്. അലാ ബി ദിക്രില്ലാഹി, അള്ളാഹിന്റെ ദിക്റുകൊണ്ടാണ് ഹൃദയം സമാധാനത്തിലാണ്. ഇവിടെ എന്തുകൊണ്ട് തന്നെ ആയി? ദുനിയാവുകൊണ്ട്. ഈ ദുനിയാവിനെ കൊണ്ട് നീ സമാധാനം. ഇവിടെ അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സിന് ഹൃദയത്തിന് സമാധാനം കിട്ടൽ എന്തുകൊണ്ടാണ്? അലാ ബി ദിക്രില്ല. എന്താണ് മൂല്യന്മാരെ പറയും? അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ടാണ് മനസ്സിന് സമാധാനം കിട്ടുക. ഈ അള്ളാഹിൻ്റെ ദിക്ർ നാവുകൊണ്ട് ഇങ്ങനെ ചൊല്ലി. അപ്പം മനുഷ്യന്മാരിങ്ങനെ പൈസ തന്നു. അപ്പോൾ റുദൂബിൽ ഹയാത്തി ദുനിയ ഉത്മാനു ബിഹ. അപ്പോൾ ഈ ദിക്ർ ഉണ്ടായതുകൊണ്ട് നമ്മൾ ജീവിച്ചുകൊണ്ട് പുറത്തു പറയണ്ട. ആയാത്തിനെ തൊട്ടവനാ ശ്രദ്ധനാണ്. ഇത് എത്രയുള്ളതെന്ന് വെച്ചാൽ 100%, 99% അല്ല, 100%. വളരെ ചിന്തിക്കണം. 2100 ഖിയാമത്ത് നാളുണ്ടാണില്ലെങ്കിൽ ഇനിയിപ്പോൾ തൽക്കാലം ഖിയാമത്ത് നാളുണ്ടാണ്ട് പഠിച്ചോനെ നമുക്ക് അങ്ങോട്ട് പറയേണ്ടി വരും. ഞാൻ അന്നേരം ഒരു കൂട്ടരിൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, 2045 50 ഉള്ളിലൊന്നും മഹദിമാമ് വരുന്നില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പരലോകത്ത് കത്തേക്കാം. ഇനിയിപ്പോൾ തൽക്കാലം മഹദിമാമ് വരണ്ട, ഞങ്ങളെല്ലാവരും ഇവിടെ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ എൻ്റെ മകള് വിരുന്ന് വരുന്ന നമ്മൾ വിചാരിക്കുക, ഓണത്തിന് വിരുന്ന് വരും, ഓണം കഴിഞ്ഞ് വിരുന്ന് വരുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഫോൺ ചെയ്യും, ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല, കുട്ടികളൊക്കെ സ്കൂളൊക്കെ അല്ലേ, ഞങ്ങൾ അങ്ങോട്ട് വരാം. അങ്ങനെയല്ലോ ഒരു 2045 50 മഹദിമാം വരുന്നില്ല, നമുക്ക് അങ്ങോട്ട് പോകാം. അള്ളാഹിനോട് പറയാൻ റബ്ബേ ഇനിയിപ്പോൾ മഹദിമാമിനോട് അയക്കണ്ട, ബുദ്ധിമുട്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം. ഈ ആഴ്ച ഈ ഓഫീസിൽ 2 ചെറുപ്പക്കാർ ഒരാവശ്യം പറഞ്ഞു വന്നിരുന്നു. സംസാര മധ്യ ഒരാൾ പറഞ്ഞു, എൻ്റെ ഓഫീസിൽ 3 മുസ്ലിമീങ്ങളുണ്ട്, ഒരാൾ നിരീശ്വരവാദിയാണ്. അപ്പോൾ മറ്റോനും പറഞ്ഞു, എൻ്റെ ഓഫീസിൽ ഒരാൾ നിരീശ്വരവാദിയാണ്. ഒരു വീട്ടിലൊരു നിരീശ്വരവാദിയാവുന്ന അവസ്ഥ 2023-24 നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആർക്കും ചെയ്യണ്ട. ഞാൻ ഈ അടുത്ത കാലത്ത് ഈ റജുൽ എന്ന വാക്കിനെ പറ്റി ആലോചിച്ചു. രാവിലെ മുഅ്മിനായി കാണപ്പെടുന്ന റജുല് വൈകുന്നേരമാകുമ്പോൾ കാഫിറായി തീരുന്ന ഒരു കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പം ഞാൻ ആലോചിച്ചു, റജുലി എന്ന് പറയാൻ കാരണം റജുലി ചിലപ്പോൾ അവസാനമായിരിക്കും കാഫിറാകുക. പെണ്ണുങ്ങളൊക്കെ അതിൻ്റെ മുമ്പ് തന്നെ തീരും. 2030 ആകുമ്പോഴത്തിന് മലബാറിൽ വലിയൊരു ശതമാനം മുസ്ലിം വനിതകളും നിരീശ്വരവാദികളായിരിക്കും. ഒഴുകാണ്. നല്ലൊരു എന്താ കാരണം മുജാഹിദീങ്ങളായ പണ്ഡിതന്മാരാ കാരണം. ഒക്കെ പണ്ഡിതന്മാരാ കഴിയില്ല. സമുദായം നിരീശ്വരവാദികളാക്കാൻ കാരണം പണ്ഡിതന്മാരും പണ്ഡിത സംഘടനകളും മാത്രമാണ്. എന്താണ് പ്രബോധനമെന്നോ, എങ്ങനെയാണ് പ്രബോധനം നടത്തേണ്ടതെന്നോ, എന്താണ് സൊസൈറ്റിക്ക് വന്ന അപജയത്തിൽ സൊസൈറ്റിയെ രക്ഷപ്പെടുത്തണമെന്നോ ആത്മാർത്ഥമായി ചിന്തിക്കാൻ തർക്കങ്ങൾ കൊണ്ട് പണ്ഡിതന്മാർക്ക് കഴിയാത്തവണ്ണരാണ് നിലവിലെ പ്രശ്നത്തിന് മുഴുവനും കാരണം. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഒന്നും വിചാരിക്കരുത് അത് മാത്രം കാരണം. അതേസമയം മുതലാളിമാരെ സോപ്പിടുന്നതിൽ യാതൊരു മടിയും അവർക്കില്ല. ഒന്നും വിചാരിച്ചാൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ അത് പറയാൻ തീരുമാനിച്ചു. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറളൂ ബിൽ ഹയാത്തി ദുനിയാ വത്മഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. അല്ലാഹുവിനെ പറ്റി നമ്മൾ പഠിച്ചില്ല, ചിന്തിച്ചില്ല. ഇന്നല്ലദീന, അല്ലാഹുവിനെ ചിന്തിച്ചാൽ, അല്ലാഹുവിനെ ചിന്തിച്ചാൽ അല്ലാഹു പുറത്തു വരൂലേ?
വലിയ താടിയുടെ ഭംഗിയും തലയെക്കെട്ടിൻ്റെ ഭംഗിയും പാട്ടുണ്ടാക്കിയിട്ട് എന്തട കാര്യം? അള്ളാഹിനെ പറ്റി എന്ത് പറഞ്ഞു? അള്ളാഹിനെ പറ്റി എന്ത്? ഇതൊക്കെ പഠിച്ച് പരിപാലിക്കണം റബ്ബിനെ പറ്റി. നീ എന്ത് ചിന്തിച്ച്? മനസ്സിലായില്ലേ? ചിന്തിക്കണം. സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്തെ ജനങ്ങൾ അള്ളാഹിനെ പറ്റി പഠിച്ചതുപോലെ നമ്മൾ ചിന്തിച്ചില്ല. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറദൂ ബിൽ ഹയാത്തി ദുനിയാ വതുമഅന്നു ബിഹാ. ദുനിയാവ് കൊണ്ട് അവർ തുമഇന്നത്തിലാണ്. ഇത് പറയാൻ കാരണം തങ്ങളെ, ദുനിയാവ് കൊണ്ട് വതുമഅന്നു ബിഹാ. ഈ ആളുകൾ ദുനിയാവ് കൊണ്ട് തുമഇന്നത്തിലാകാൻ, തുമഇന്നത്ത് കിട്ടൽ എന്തുകൊണ്ടാണ്? അലാബി ദിക്റില്ല. ഈ ദിക്റും നാവുകൊണ്ട് പറയാം. നാവുകൊണ്ട് ദിക്ർ പറഞ്ഞപ്പോൾ ഇവന് തുമൈനത്ത് കിട്ടും, ജനങ്ങൾ പൈസ കൊടുക്കും. അപ്പോൾ ദുനിയാവ് കൊണ്ട് തുമൈനത്ത് ഉണ്ടാവും. ഇവനെ അല്ലാ 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 അല്ലാന്ന് എപ്പോഴും പറയുന്ന ആളാണ്. അപ്പൊ ജനങ്ങളൊക്കെ ഇവനെ ഡൗലിയാക്കി. അപ്പൊ ജനങ്ങൾ അതിനെ എല്ലാവനും കിട്ടി. അപ്പൊ തുമൈനത്ത് പിന്നെ ഒത്തുമാനു ബിഹാ. നിങ്ങളിന്റെ കൂടെ ഇല്ല. നിങ്ങളെ ചിന്തിക്ക് ഒരു ദിവസം കാര്യം. ومحب الدنيا قائل أين الطريق أين الخلاص كمسكين شرب الطلاء. എവിടുന്നാ ഈ ഓതിയത്? എവിടുന്നാ ഈ വരി? ഏതാ വരി? എവിടുന്നാ അറിയാം? ആർക്കും കൈപ്പൊക്കാം. ഇതെവിടുന്നാ ഈ വരി? എവിടുന്നാ? ومحب الدنيا തന്നെയാണ് പഴമയും പുതുമയും തമ്മിൽ വ്യത്യാസം. പഴയ കാലത്ത് കന്നൂട്ടുന്നവർ പറയും ഇല്ല സാറേ, അതെന്താ കാക്കളം സ്ഥാതായിരിക്കണം ചോദിക്കും. ഇതെവിടുന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുന്നില്ല. എന്തേ നിങ്ങൾക്ക് ഹൃദയത്തിൽ പടച്ചോനില്ല? പണ്ട് കന്നുകൂട്ടുന്നവരോട് വരുമ്പത്തിന് ചോദിച്ചാൽ മതി, പറയും ഇന്നാൾ കിട്ടാവുന്നതാണ്. സത്യല്ലേ ഉസ്താദ്? എന്തായിരിക്കണം? ഇതാ ഞാൻ ഒറ്റ കളി നോക്കാനോ കാക്കുളങ്ങര ഉസ്താദ് പറയുന്നത് ശരിയാണ്, നിങ്ങളാ പറഞ്ഞത്. ومحب الدنيا قائل أين الطريق أين الخلاص كمسكين شرب الطلاء. ഇത് നമ്മുടെ ബാപ്പാന്റെ കിതാബാണ്. 500 കൊല്ലത്തിന്റെ ഉള്ളിൽ മലയാളക്കര കണ്ട ബാപ്പയാണ്. മലബാറിലെ മുസ്ലിങ്ങളുടെ ഇൽമിന്റെ ബാപ്പയാണ് മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു. AD 1464 ജനിക്കുകയും AD 1522 വഫാത്താവുകയും ചെയ്തു. പൊന്നാനി വലിയ ജുമുഅത്ത് പള്ളി ഉണ്ടാക്കിയത് അവരാണ്. AD 1510 പൊന്നാനി വലിയ ജുമുഅത്ത് പള്ളി ഉണ്ടാക്കിയത്. അവരുടെ പേരക്കുട്ടിയാണ് രണ്ടാം മഖ്ദൂം. ആ രണ്ടാം മഖ്ദൂമാണ് ചോമ്പാടിലെ കുഞ്ഞിപ്പള്ളിയിൽ മരച്ചോട്ടിൽ കിടക്കുന്നത്. അവരാണ് ഫത്ഹുൽ മുഈൻ എന്ന ഈ ദുനിയാവിൽ തുല്യതയില്ലാത്ത കിതാബ് ഉണ്ടാക്കിയത്. അവരുടെ വല്ലിപ്പയാണ് മഖ്ദൂം ഒന്നാമൻ. അവരുടെ കിതാബാണ് ഹിദായത്തുൽ അദ്കിയ. അദ്കിയയിൽ നിന്നാണ് ഓടിയത്. ومحب الدنيا قائل أين الطريق أين الخلاص كمسكين شرب الطلاء. ومحب الدنيا ദുനിയാവിനെ പ്രേമിച്ച് നടക്കുന്ന ആളുകൾ ഖായിലുൻ അവസാനം പറയേണ്ടി വരും അയിനത്തൊരിയക്കു രക്ഷയുടെ വഴി എവിടെയാണ്? അയിനൽ ഖലാസ് ഒന്ന് രക്ഷപ്പെടാനുള്ള വഴി എവിടെയാണ്? ومحب الدنيا قائل أين الطريق أين الخلاص كمسكين شرب الطلاء. അതൊക്കെ ഓതണ്ട പറയും. എൻ്റെ അടുത്ത് വന്നിട്ട് സമയം നിശ്ചയിച്ച ഒരു ഓഫ് ഡേ, ഒരു ഒഴിവുള്ള ദിവസം എടുത്തു വന്നാൽ അതൊക്കെ എന്നെ ഓടിത്തരാം ഇൻഷാ അല്ലാഹ്. സിലബസിൻ്റെ പുറത്ത് അതൊക്കെ ഓതണമെന്നുള്ളവർ എൻ്റെ അടുത്ത് വരിക ഒഴിവ് ദിവസങ്ങളിൽ. അതൊക്കെ എൻ്റെ വലിയ ക്ലാസ് നടത്തിത്തരാം ഇൻഷാ അല്ലാഹ്. തയ്യാറുള്ളവരൊക്കെ പെന്നും കടലാസും കൊണ്ടുവന്ന് അതൊക്കെ ചൊല്ലിത്തരാം സിലബസിൻ്റെ പുറത്ത്. പക്ഷേ ഒഴിവ് ദിവസം വീട്ടിൽ പോകാൻ പറ്റൂ. ومحب الدنيا قائل أين الطريق أين الخلاص كمسكين شرب الطلاء. ومحب الدنيا ദുനിയാവിനെ പ്രേമിച്ച് നടക്കുന്നവൻ ഖായിലുൻ പറയേണ്ടി വരും അയിന ത്വരീഖ് വഴി എവിടെയാണ്? അയിനൽ ഖലാസ് രക്ഷ എവിടെയാണ്? കമുസ്കിരിൻ മത്ത് പിടിച്ചവനെ പോലെ ശരിബത്തിലാ കള്ള് കുടിച്ചിട്ട് മത്ത് പിടിച്ചവനെ പോലെ പറയേണ്ടി വരും വഴി എവിടെയാണ്? വഴി അറിയില്ല. അപ്പുമാഷ ഞാൻ തന്നെയാണ്. പക്ഷേ പെര ഞാൻ വൈകുന്നേരം മുതൽ നോക്കിയിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞത് മാഷ നിങ്ങളോടല്ലേ നിങ്ങളോടല്ല ധൈര്യമായിട്ട് പറയും. അങ്ങനെയും കൂടി പറഞ്ഞ് നന്ദി കാണിക്കും. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞു നിങ്ങളോട് കഴിഞ്ഞ ആഴ്ചയുടെ വയൽ ഈ ആഴ്ചയും പറയാം, പേടിക്കണ്ട. 220 വയലിൽ നിങ്ങളോട് ഒറ്റ വയൽ തന്നെ പറയാം. കാരണം നിങ്ങൾക്ക് അന്തം ഇല്ല. അപ്പുമാഷ കാണാൻ വന്ന ആളുകൾ
തെരഞ്ഞിട്ടും അപ്പുമാഷ വീട് കണ്ടില്ല. അവസാനം നട്ടപ്പാതിരക്ക് റോട്ടുമ്പോൾ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാളെ കണ്ടപ്പോൾ ഒരു സമാധാനമായി. ഈ ഏരിയയിലാണ് അപ്പുമാഷ് പാർക്കുന്നത്. അപ്പുമാഷ വീട് എവിടെ വെച്ചു. അപ്പോൾ നിൽക്കുന്ന ആൾ വന്ന് പറഞ്ഞു, അപ്പുമാഷ് ഞാൻ തന്നെയാണ്, പക്ഷെ വീട് വൈകുന്നേരം മുതൽ തിരഞ്ഞിട്ട് ഞാനും കണ്ടിട്ടില്ല. അപ്പുമാഷ് വൈകുന്നേരം ആയാല് ദേശം മോന്തും, പിന്നെ മൂപ്പർക്ക് വീട് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. അതിനത്തൊരിയൊക്കെ നീ അർത്ഥം വെച്ചാണ്. നീ അപ്പമാഷ സങ്കല്പിച്ചിട്ട് അർത്ഥം വെക്ക്. അപ്പോൾ മൊഹബ് ദുനിയാവിനെ പ്രേമിച്ച് നടക്കുന്നവൻ ഖായിലുൻ പറയേണ്ടി വരും. അതിനത്തൊരിയക്ക് ഒരു വഴി എവിടെയാണ്? അതിനൽ ഖലാസ് ഒരു രക്ഷ എവിടെയാണ്? മുസ്കിലിൻ മത്ത് പിടിച്ചവനെ പോലെ ശരീപത്തില കള്ളു കുടിച്ചിട്ട് തില മദ്യം കള്ളുടിച്ച് നടക്കുന്നവരെ പോലെ പറയേണ്ടി വരും. എവിടെ വഴി? ഇവർക്ക് വഴി അറിയില്ല. അവസാനം അത് ഈ മൂല്യർ പറയേണ്ടി വരും, അത് ഈ നേതാവ് പറയേണ്ടി വരും. വളരെ ചിന്തിക്കണം, ചിന്തിക്കുക. ദുനിയാവിനെ പ്രേമിച്ച് നടക്കുന്നവർ ഖായിലുൻ പറയേണ്ടി വരും. മൂന്ന് വിഭാഗം ആളുകളോട് ഒരിക്കലും സഹവസിക്കരുത്. എന്തുകൊണ്ട്? അവരോട് സഹവസിച്ചാൽ നിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു. ഒന്ന് ഭൗതികരായ നേതാക്കളോട്. രണ്ട്, ജനങ്ങളിൽ നിന്ന് പണം പിടുങ്ങാൻ വേണ്ടിയിട്ട് പറയേണ്ടത് പറയാതെ നടക്കുന്ന പണ്ഡിതന്മാരോട്. മൂന്ന്, വൽ മുതസവ്വിഫീനൽ ജാഹിലീന വിവരമില്ലാത്ത സൂഫികളോട്. അവർ നിങ്ങളെ കാഫിറാക്കും. ജനങ്ങളെ കാഫിറാക്കുന്ന എത്രയോ സൂഫികളുണ്ട് എനിക്കറിയാം. അവിടെ ഒരു ഔലിയുണ്ട്, നിങ്ങളെ കൊണ്ടുപോയിട്ട് നിങ്ങളാണ് കാഫിറാക്കും. പിന്നെ ശരിയാത്തറിയില്ല. ശരിയത്തറിഞ്ഞാലല്ലേ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യൻ ആദ്യം അറിയേണ്ടത് എന്താ? ത്വരീക്കത്തും ദിക്രി എല്ലിട്ടുള്ള ആട്ടോ അല്ല അറിയേണ്ടത്. ആ ആട്ടം അറിഞ്ഞിട്ടില്ലെങ്കിലും ഒരു ചുക്കും വരാൻ പോണില്ല. എന്തറിയണം? ശരിയാത്തറിയണം. എന്ത് പാടുണ്ട്, എന്ത് പാടില്ല അതറിയണം. ജാഹിലീങ്ങൾ, ചില ജാഹിലീങ്ങളില്ലേ, ഒരു വിവരമല്ല, സൂഫികളാണ്. അവർ ചില ദിക്റും ചെല്ലുമ്പോൾ നിങ്ങളതിൽ പെട്ടു. എന്നിട്ട് ഈ ജാഹിലീങ്ങൾ നിങ്ങളെവിടെ എത്തിക്കും? എവിടെ എത്തിക്കും? ഒരു കാഫറായ ഷേഖിൻ്റെ അടുത്ത് എത്തിക്കും. നിങ്ങളെ കാഫറാക്കും. ഇതല്ലേ പറയണ്ടോ? അല്ലേ നാട്ടിൽ നടക്കണുണ്ടോ? അല്ലേ? നിസ്കരിക്കാത്ത എത്ര ആളുകളുണ്ട് നിസ്കരിക്കാതെ നടക്കുക. ഏതോ ഷെയ്ഖിൻ്റെ പിന്നാലെ കൂടുക, നിസ്കാരമല്ല. ഒരാളെ പറ്റി ഒരാൾ എന്നോട് പറഞ്ഞു, ഞാനും അയാളും കൂടെ ഒരു വക്കത്ത് ഫുള്ള് സഹവസിച്ചിട്ട് ഒരു ഷെയ്ഖ് നിസ്കരിച്ചില്ല. അപ്പോൾ ഞാൻ ഈ 2023 ഒരു ഷെയ്ഖ് ഒരാളെന്നോട് പറഞ്ഞു, ഞാൻ ആ ഷെയ്ഖിൻ്റെ ഒപ്പം കൂടി. അങ്ങനെ ഞാൻ അതിൽ വലിയ വിശ്വാസത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഒരു വക്തിൽ തെറ്റാനായപ്പോൾ നിസ്കാരം എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, എന്നാൽ പോയി അവിടെ നിന്ന് നിസ്കരിച്ചു പറഞ്ഞു. അങ്ങനെ അവിടെ നിസ്കരിച്ചു വന്നു. ഇയാൾ പിന്നെ നിസ്കരിച്ചില്ല. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ച്, നിങ്ങളെന്താ നിസ്കരിക്കാഞ്ഞു? അപ്പോൾ ഞാൻ ദിക്റിൻ്റെ ഒരു മക്കാമ് കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കേണ്ടതില്ല. എങ്ങനെയുണ്ട് ഈ ജാതി കള്ള സൂഫികളൊക്കെ? എന്തിനാണ് പിൻപറ്റുന്നത്? അവസാനം ഫദ്ൽ ബിൻ അബ്ബാസിൻ്റെയും അലി ബിൻ അബി താലിബിൻ്റെയും തോളിൽ തൂങ്ങി വന്ന മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ വഖത്ത് നിസ്കരിച്ചു. പിന്നെ ഇന്നാൾ നിസ്കരിച്ചില്ല. അയാൾക്കിനെ ഉതിരുണ്ടാവും, ചിലപ്പോൾ ആക്കൾ നീങ്ങിപ്പോയിട്ടുണ്ടാവും. അവരെ പിൻപറ്റണ്ട. ഇയാളല്ല, ഇയാളാക്കൾ നീങ്ങിയിട്ടില്ല. ഇയാൾ ജനങ്ങളെ പേപ്പിക്കാൻ നടക്കുകയാണ്. നിസ്കാരം ഒഴിവായൊരു വർത്താനം പറയുകയും ചെയ്യരുത്. അങ്ങനത്തെ തുരീക്കത്തിലും കൂടരുത്. ഒരു കള്ളസൂഫിൻ്റെ അടുത്തും കൂടരുത്. അള്ളാഹു തആല നമ്മൾക്ക് പറഞ്ഞു തന്നത് 5 വഖ്ത് എന്താണ്? പറയും എന്താണ്? അങ്ങനത്തെ ഒരു തുരീക്കത്തിൻ്റെ സൂഫിൻ്റെ പിന്നാലെ കൂടരുത്. അവരെ പിൻപറ്റാൻ പറ്റൂല. അവർക്ക് ചിലപ്പോൾ ഉതിരുണ്ടാവും, അവരെ പിൻപറ്റാൻ പറ്റൂല. കാരണം പിൻപറ്റൽ എന്തിനാണ്? കുട്ടി ശരിയത്ത് പറയട ചങ്ങാതി. എന്തിനാ പിൻപറ്റേണ്ടത്? ശരിയാത്തിന്. അതിനെയാണ് ഇവിടെ കിതാബിലൊക്കെ എഴുതി വെച്ചത്. നിസ്കാരം, വെള്ളം എല്ലാം ഇത്ര കൊല്ലത്ത് വെള്ളം വേണം, എങ്ങനെ നിസ്കരിക്കണം, കൈഫിയാത്ത് ഇല്ലേ നിസ്കരിക്കാക്കരുത്. അപ്പൊ നോക്കൂ നിങ്ങൾ, ചില കള്ളസൂഫികൾ ജാഹിലീങ്ങളായ സൂഫികൾ നമ്മളെ കൊണ്ട് എവിടെ എത്തിക്കും? കാഫറാക്കും. പിന്നെ തലവലിക്കാൻ കഴിയില്ല. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഇവിടെ വന്നിട്ടുണ്ട് ചില ആളുകൾ, ചില സൂഫികളെ പിന്നാലെ കൂടിയിട്ട് ആയുസ് നശിച്ചു പോയി ഉസ്താദ്, ഇനി എങ്ങനെ രക്ഷയാണ്? ഈ ക്ലാസ്സുകൾ നടക്കുന്നതിനിടയിൽ ഇവിടെ വന്ന് പറഞ്ഞ കുടുംബങ്ങളുണ്ട്. എല്ലാം പോയി, മുതലും അയാളെ തൊള്ളയിലായി, ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ വന്ന് കരഞ്ഞിട്ടുണ്ട്.
ഇനി പോകാൻ നിൽക്കണ്ട, കണ്ടോൻ്റെ പിന്നാലെ പോകണ്ട, ഒരുത്തനെ പിന്നാലെ പോകണ്ട. ഫത്തുൽ മൂന്ന് എടുത്തു വെക്കുക, അല്ലെങ്കിൽ 5ാം ക്ലാസ്സിലെ മദ്രസ. എന്ത് പറ കുട്ടി ഇല്ലേ, പറയേ 3 മുതൽ നിസ്കാര കണക്ക് പഠിപ്പിക്കണില്ലേ? എന്താ നോക്കിയിരിക്കണുണ്ടോ അല്ലേ? സമസ്തന്റെ ബുക്ക് വാങ്ങടോ, ഒരു 3, 4, 5 ബുക്കില്ലേ? ആ ബുക്കിൽ എന്താ കണ്ട് അതുപോലെ ജീവിച്ചളാ, അതുപോലെ ജീവിച്ചളാ. ദിനേ കളസുബിന് പിന്നാലെ കൂടി. ഇപ്പോൾ 3 വിഭാഗം ആളുകൾ ഒരിക്കലും അവരോട് സാഹസിക്കരുത്. അവസാനിപ്പിക്കണം. 3 വിഭാഗം ആളുകളോട് ഒരിക്കലും സാഹസിക്കരുത്. 1, ഇതിന് വിശദീകരണം അടുത്ത ആഴ്ച പറയും. അള്ളാഹ് വിഷയം തീർന്നിട്ടില്ല. നാവുകൊണ്ട് അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. എന്തില്ലാതെ അതിലുണ്ടിട്ട് നാവിൽ പറഞ്ഞാൽ തെറ്റില്ല, ഖൈർ തന്നെയാണ്, കൂലിയും കിട്ടും. അതിന് വിശദീകരിക്കുമ്പോഴാണ് ഇത് പറയുന്നത്. എന്ത് ആരുടെ വാക്കാൻ? ഞാൻ ഈ 3 വിഭാഗം ആളുകളോട് സാഹസിക്കരുത്. ആരാ പറഞ്ഞ്? സഹീബ് ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു, സൂഫി ചക്രവാളത്തിലെ മഹാനേതാവാണ്, ലോകം കണ്ട മഹാനാണ്, മഹാന്മാരിൽ മഹാനാണ് സഹീബ് ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു. അവരുടെ വാക്കാണ് ജനങ്ങളിൽപ്പെട്ട 3 വിഭാഗത്തോട് ഒരിക്കലും നീ സാഹസിക്കരുത്. 1 പറയും. 1 അൽ ജബാബിറത്തുൽ ഗാഫിലീൻ, അശ്രദ്ധരായ ജനനേതാക്കൾ. അശ്രദ്ധ, അല്ലാഹുവിനെ പറ്റിയവര് അശ്രദ്ധരാണ്, അങ്ങനത്തെ ജനനേതാക്കൾ. പിന്നെയോ വൽ ഖുറാഉൽ മുദാഹിനീൻ, ജനങ്ങൾക്ക് വേണ്ടി മയപ്പെടുത്തി സംസാരിക്കുന്ന പണ്ഡിതന്മാർ. വൽ മുതസവ്വിഫീനൽ ജാഹിലീൻ, വിവരമില്ലാത്ത സൂഫികളും. മനസ്സിലായില്ലേ? വിവരമില്ലാത്ത സൂഫികളും. ഒന്നും പോണ്ട, മൂപ്പർക്ക് വിവരമൊന്നുമില്ല, പക്ഷെ ഭയങ്കര ആളാ. ഭയങ്കര ആളാൻ പോകണ്ട, ഭയങ്കര ആളാവില്ല എന്നല്ലേ ഉള്ളൂ. മനസ്സിലായില്ലേ? നീന്തണ സുഖം കിട്ടൂല എന്നേ ഉള്ളൂ. പുഴയിലിറങ്ങിയാൽ ജീവൻ പോവില്ല. അക്കരെ എത്തുമെന്ന് ഉറപ്പില്ലെങ്കിൽ പിന്നെ നീന്താൻ പോകരുത്. പിന്നെ നല്ലതെന്താ വേറുള്ളവർ നീന്തണത്? പറയടാ, നോക്കിയിരിക്കുക, ജീവൻ പോവില്ല. അക്കൂട്ടത്തിൽ ഒരുത്തൻ മുങ്ങി മരിക്കുകയാണെങ്കിൽ അതും കാണാം എങ്ങനെയാ മുങ്ങി മരിക്കുക. നിന്നെ ആരും കുറ്റം പറയില്ല, എനിക്ക് നീന്താൻ അറിയില്ല. അപ്പൊ ശരിക്കും ലൈവായി കണ്ടു. എന്ത് നമ്മളെ കോയാമ മുങ്ങി മരിക്കണ അത് കണ്ടപ്പോഴാണ് എങ്ങനെയാണ് മുങ്ങി മരിപ്പ് ഞാൻ മനസ്സിലാക്കിയത്. അത് പിന്നെ എനിക്ക് എവിടെയും പറയാം, എല്ലാം പറയാം. ഒരാൾ മുങ്ങി മരിക്കണ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളോ? ഞാൻ കാര്യം കുറ്റരുന്നു. എന്തുകൊണ്ട്? ഞാൻ കോയാമാകണ്ടെന്ന് വിചാരിച്ചു ഇരിക്കുമോ? നീന്താൻ അറിയില്ല, ഒരു കുറ്റമല്ല. നീന്താൻ അറിയോങ്കിൽ മതി വെള്ളത്തിലിറങ്ങൽ. നീ ഒരു സൂഫിൻ്റെ ഒപ്പം കൂടാണെങ്കിൽ കൂടിക്കോ. ഇനി ആദ്യം നിനക്ക് എന്തറിയണം? ശരീഅത്തറിയണം. ശരീഅത്തിനെതിരും ചെയ്താൽ അവിടെ വടിയാണ് വെക്കണം. വണ്ടി വിട്ടോളി എന്നറിയണം. വണ്ടി വിട്ടോളി. നമ്മൾ ശരിയാവില്ല. കാരണം എൻ്റെ ജീവിതം ഇന്ന റസൂൽ പഠിപ്പിച്ചത് എന്താണ്? വേറെ ശരീഅത്താണ്, കുഴപ്പമില്ല, ഒന്നുമില്ല. ചോറ് കിട്ടിയാലും പള്ള നിറക്കാം, ചാറില്ല, കുഴപ്പമില്ല. പപ്പടില്ല, കുഴപ്പമില്ല. ചമ്മന്തില്ല, കുഴപ്പമില്ല. എരിശ്ശേരിയും പുളിശ്ശേരി ഇല്ല, കുഴപ്പമില്ല. ഇതൊക്കെ ഉണ്ടായി, ചോറില്ല. എന്താ കാര്യം? ചമ്മന്തി ഉണ്ട്, എന്തില്ല? പറയ. ദിക്റുണ്ട്, ശരിയത്തില്ല, ചമ്മന്തി ഉണ്ട്. പറയടാ, ചോറില്ല, ചമ്മന്തി ഇല്ല, ചോറുണ്ട്, ആയിക്കോട്ടെ, വാരിത്തുന്ന. ഇജ് വാരിത്തുന്നാത്തത് ഞങ്ങൾക്ക് കഴിഞ്ഞ നേരത്തെ വിശക്കാത്തതുകൊണ്ടാണ്. വിശപ്പണ് വന്നാൽ മനസ്സിലായില്ലേ പറഞ്ഞത്? വിശപ്പ് വന്നാൽ മുനിസിപ്പാലിറ്റി കക്കൂസിങ്ങൾ ഇരിക്കണവരടുത്തടുത്തും പറഞ്ഞു. എന്ത് പറഞ്ഞു? കക്കൂസ് പോകാൻ അത്യാവശ്യമായി വന്നവനോട് പറഞ്ഞു 3 ഉറുപ്പ്യാണെന്ന് പറഞ്ഞു. 3 ഉറുപ്പ്യക്കൊന്നും വയറ്റ് നോക്കാൻ ആവില്ല. അതെനിക്കാകാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ല? എനിക്കാകാത്തത് കൊണ്ടാണ്. എനിക്കായിട്ടുണ്ടെങ്കിൽ 3 അല്ല 30 ഉറുപ്പ്യ പറഞ്ഞാലും ഇതിനുള്ളിൽ കയറും എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. എന്നതുപോലെ നമ്മൾ വെറും ചോറ് വാര്യത്തിനകത്ത് എന്തുകൊണ്ടാണ് നമുക്ക് വിഷമിട്ടില്ല? അതേ സമയത്ത് ഈ ചമ്മന്തി അതിനോട് ഒറ്റൂല്ല. ചമ്മന്തി ഉണ്ട്, എന്താ കാര്യം? കുടലൊന്നും കൂടി എരിഞ്ഞൂലല്ലാതെ. മനസ്സിലായില്ലേ? എല്ലാ സൂപ്പിയുണ്ട്, ദിക്റുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, ശരിയത്തില്ല. പിന്നെന്ത് കാര്യം? മനസ്സിലായില്ലേ? ശരിയാത്തും എപ്പോഴും ദുനിയാവ് ഒരു കടലാണ്. മനസ്സിലായില്ലേ? പറഞ്ഞല്ലോ
طلقوا الدنيا وخافوا الفتنة نظروا فيها فلما علموا أنها ليست لعين وطنا جعلوها لجة. ദുനിയാവെന്നാൽ ഒരു കടലാണ്. ദുനിയാവ് കടലാണെങ്കിൽ രക്ഷപ്പെടണമല്ലോ. രക്ഷപ്പെടാൻ ശരിയാത്തൊരു കസഫീനത്തിൻ ശരിയാത്ത് കപ്പൽ പോലെയാണ്. ത്വരീഖത്തല്ല. ത്വരീഖത്ത് അതിൻ്റെ ഉള്ളിലുള്ള ത്വരീഖത്തും ഹഖീഖത്തും അതിലുള്ള മുത്തും രത്നവുമേ ഉള്ളൂ. കപ്പൽ എന്തെന്നെയാണ്? ശരിയാത്താണ്. ദുനിയാവ് കടലാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ എന്താ വേണ്ടത്? ത്വരീഖത്ത് ഉണ്ടായിട്ട് കാര്യമില്ല. എന്ത് വേണം? ശരിയത്ത് വേണം. ശരിയത്തിൽ അധിഷ്ഠിതമായ ത്വരീഖത്ത് അത്രേ ഉള്ളൂ. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. തആല കൊടുത്ത് ചിന്തിക്കുക. 3 വിഭാഗം ആളുകൾ അടുത്ത ആഴ്ച ഒന്നുകൂടി വിശദീകരിക്കാം. 3 വിഭാഗം ആളുകളോട് ഒരിക്കലും സാവസിക്കരുത്. 1, ഭൗതിക പ്രമത്തരായ നേതാക്കന്മാർ, ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളിൽ അഖിലവും. 2, ജനങ്ങളെ മയപ്പെടുത്തി സംസാരിക്കുന്ന നിയമമായി പറയാതെ ജനങ്ങളോട് മയപ്പെടുത്തി സംസാരിക്കുന്ന പണ്ഡിതന്മാർ. 3, ജാഹിലീങ്ങളായ സൂഫികൾ. ഇവരെല്ലാം നിന്നെ കഫറാക്കും, അവരെ പിന്നാലെ കൂടരുത് എന്ന് മഹാനായ സഹീൽ ഇബ്നു അബ്ദില്ലാഹ് ഇത് പറയുന്നതിനിടയിൽ അബൂ ത്വാലിബിൽ മക്കി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്കും ഞാൻ ഉദ്ധരിച്ചു. ഏത്? മഅരിഫത്തുൽ ഖൽഖി അസ്അബു മിൻ മഅരിഫത്തിൽ ഖാലിഖ്. യൂനിസിൽ നിന്ന് 2 ആയത്തോടി അടുത്ത ആഴ്ച വീണ്ടും ഓതി വിശദീകരിക്കും. അൽ ഫാത്തിഹ.